ഈ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയ സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് രാഹുൽ ഗാന്ധിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി ആ ബന്ധം ആ രീതിയിൽ തുടരുന്നില്ല തെളിവല്ലേ ഉമ്മൻചാണ്ടിയുടെ അവിടെയുള്ള ഈ പ്രസ്താവന? ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ എല്ലാം കണ്ടില്ലേ? അല്ല, ഇതിപ്പം സഖാവ് MA ബേബിയോട് ശരത്തിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? അതുണ്ടാക്കാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലല്ലോ CPM-ൻ്റെ നയസമീപനം. ഇപ്പം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണോ ഞങ്ങൾ 2004 ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത്? അതേപോലല്ലോ ജനറൽ സെക്രട്ടറി. അത് പാർട്ടിയുടെ നിലപാട്, പാർട്ടി കോൺഗ്രസ്സൊക്കെ അംഗീകരിക്കുന്ന നിലപാടല്ലേ? ഞങ്ങളിപ്പോഴും എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള അഭിപ്രായമല്ലേ? ഇന്ന് ഇന്ത്യ പക്ഷത്തെ നേതാക്കൾ ചേരുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരിനകത്ത് ഭാഗമാകുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ, സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയായിട്ട് അദ്ദേഹം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. CPM-ൻ്റെ നിലപാട് വളരെ സ്പഷ്ടമാണ്. അതായത് BJPയെ പ്രതിരോധിക്കാൻ, BJPയെ നേരിടാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികൾ അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നടങ്കം ഒരുമിച്ച് സംയുക്തമായി ഐക്യത്തോടെ നിലകൊള്ളണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ നിന്ന് വിടുന്നു, അതുപോലെ തൃണമൂൽ കോൺഗ്രസ് അവസാന നിമിഷമാണ് യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലടക്കം കോൺഗ്രസ് വലിയേട്ട മനോഭാവം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ നിന്ന് പോയതിന് അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. ചിലർ ചേരേണ്ടടുത്ത് ചേരും, ചിലർ ചേരില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ചുരുക്കത്തിൽ എല്ലാവരും കൂടി കോൺഗ്രസിനെ കോർണർ ചെയ്യുകയാണ്. അതല്ല, കോൺഗ്രസ് വിളിച്ചിട്ടുള്ള ഏത് യോഗത്തിലാണ് ഞങ്ങൾ പോകാതിരുന്നിട്ടുള്ളത്? ഞങ്ങളുടെ പരാതി എന്തായിരുന്നു? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് യോഗം വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരാതിയായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ് ഉള്ളതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ ഗ്ലോബൽ ഔട്ട്റീച്ചിൻ്റെ സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതല്ലേ കോൺഗ്രസ് പാർട്ടിയോട്, പ്രതിപക്ഷം ഒരുമിച്ചൊരു നിലപാടെടുക്കാം, നിങ്ങളൊരു യോഗം വിളിച്ചു ചേർക്ക്, നമ്മൾ അതിനോട് സഹകരിക്കണമെങ്കിൽ ഏതെല്ലാം ഉപാധികൾ മുമ്പോട്ട് വെക്കണം, അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. കോൺഗ്രസ് വേണ്ട രീതിയിൽ ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നിരയിൽ ഉറപ്പിച്ച് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, അത് കോൺഗ്രസ്സിനുമുണ്ട്.